ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജെസ്സി ഐസൻബർഗ് ആദ്യമായി സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയായ എ റിയൽ പെയിൻ ആണ്. പോളണ്ടിലേക്ക് യാത്ര പോകുന്ന ഡേവിഡ്, ബെഞ്ചി എന്ന രണ്ട് ജൂയിഷ് അമേരിക്കൻ കസിൻസിന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അവർ പോളണ്ടിലേക്ക് പോകാൻ ഒരു കാരണം കൂടെയുണ്ട്. പോളണ്ടിൽ റൂട്ട്സ് ഉള്ള അവരുടെ ഫാമിലിക്ക് വേൾഡ് വാർ II കാലഘട്ടത്തിന് ശേഷം അമേരിക്കയിലേക്ക് കുടിയേറേണ്ടി വന്നിരുന്നു. സോ അവരുടെ അമ്മൂമ്മയുടെ മരണത്തിന് ശേഷം അവരോടുള്ള റെസ്പെക്ട് എന്ന നിലയിലാണ് പോളണ്ട് വിസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതും അവരുടെ അമ്മൂമ്മ താമസിച്ച് വീട് കണ്ടെത്താൻ ശ്രമിക്കുന്നതും. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ് ഡേവിഡും ബെഞ്ചിയും. ഒരാൾ ഒരു എക്സ്ട്രോവേർട്ട് ആണെങ്കിൽ മറ്റേയാൾ ഇൻട്രോവേർട്ട്. ഒരാൾ ഒരു സോഷ്യലിസ്റ്റ് ആണെങ്കിൽ മറ്റേയാൾ കോർപ്പറേറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. സോ അവർ ലൈഫിനെ കാണുന്നതും അപ്രോച്ച് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത രീതിയിലാണ്. കഥയിലെ മെയിൻ ഫോക്കസ് ഈ രണ്ട് കസിൻസും അവരുടെ ഇടയിലെ ബോണ്ടുമാണ്. വർഷങ്ങൾക്കിടയിൽ അവർക്ക് തമ്മിലിടയിൽ എങ്ങനെ ഡിസ്റ്റൻസ് വന്നു, ലൈഫ് വന്നു, അങ്ങനെ. ജെസ്സി ഐസൻബർഗും കീരൻ കൾക്കിനുമാണ് ഡേവിഡും ബെഞ്ചിയുമായി വരുന്നത്. കൾക്കിന്റെ ക്യാരക്ടർ അല്പം ഇറിറ്റേറ്റിംഗ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്തേക്കാം. പക്ഷേ അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ്. സിനിമ കംപ്ലീറ്റ് ആയി പോളണ്ടിലെ പല ലൊക്കേഷൻസിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരുപാട് നല്ല ഫ്രെയിംസ് ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഈ റോഡ് മൂവി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെ ട്രിപ്പ് പോകുന്ന സിനിമകളൊക്കെ കണ്ടാലറിയാം ആ രാജ്യത്തെ കൾച്ചറും വൈബും ഒക്കെ ഒരു സെലിബ്രേഷൻ മൂഡിൽ അതിൽ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു യാത്രയായിട്ടല്ല ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ടാണ് ഇവിടെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി നാസി കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ കാണിക്കുന്ന സീൻസൊക്കെ, ആ ക്യാമ്പ് ഒരു വിസിറ്റ് ചെയ്യുന്ന സീൻസൊക്കെ നമ്മളും അവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. സോ അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഈ രണ്ട് കസിൻസും അവരുടെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മെയ്യഴകൻ സിനിമയായിട്ട് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്തേക്കാം. ജെസ്സി ഐസൻബർഗ് റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട് പണ്ട് സംഭവിച്ചൊരു കാര്യത്തിനെ കുറിച്ച്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സീനും പെർഫോമൻസും ആയിരുന്നു. ഓവറോൾ ഒരു ഫീൽ ഗുഡ് ഡ്രാമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് എ റിയൽ പെയിൻ. ഒരു ഒഴുക്കിലിരുന്ന് കാണാവുന്ന വലിയ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഇവൻസോ ഒന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറയാവുന്ന ഒരു കഥ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് സെറ്റ് ചെയ്തത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് എ റിയൽ പെയിൻ. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.